നമസ്കാരം. ആദ്യം മുസ്ലിം ലീഗിനെ കയറി മാന്തി, പിന്നീട് മലപ്പുറത്തെ ഒന്ന് തോണ്ടി, അവസാനം ലീഗിന്റെ പക്കൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ പക്കൽ നിന്നൊക്കെ നല്ല പണി ചോദിച്ചു വാങ്ങിച്ചു. കൗമിലെ കുട്ടി വിജയിച്ചു, കൗമിലെ കുട്ടൻ തോറ്റു. ചില ആളുകളെയൊക്കെ ഈ ഒരു പരാജയം, കെ.ടി. ജലീൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പരാജയം അല്ലാതെ തളർത്തി കളഞ്ഞു. ജലീലിനെയും തളർത്തി കളഞ്ഞു. CPIM പാർട്ടി മെമ്പർ പോലും അല്ല കെ.ടി. ജലീൽ. സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും CPIM-നില്ല. പാതി വഴിയിൽ ജലീലിനെ ഉപേക്ഷിക്കുമോ മൊഴിചൊല്ലുമോ എന്നതൊക്കെ കാത്തിരുന്നു കാണാം. ജലീലിനി എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളാണ് ഈ ലീഗിനെയും മലപ്പുറത്തെയും ഒക്കെ വല്ലാതെ ഉപദ്രവിച്ചത്. വെള്ളാപ്പള്ളിക്ക് കുടചൂടി ചില ആളുകളും കൂടെ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി തൽക്കാലം നാക്കം നടക്കി, നല്ല ശീലം പഠിച്ചു. നല്ല കുട്ടിയായി നടക്കാനൊക്കെ വെള്ളാപ്പള്ളിക്ക് അറിയാം എന്ന് കേരളത്തിന് ഇപ്പോൾ മനസ്സിലായി. വെള്ളാപ്പള്ളി പഴയതുപോലെ അങ്ങോട്ട് വിഷം തുപ്പുന്നില്ല. ഇപ്പോൾ ആര് മുഖ്യമന്ത്രിയാകണം, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല, മുസ്ലിം ലീഗിനെതിരെയാണ് ഞാൻ പറഞ്ഞത് എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. ഈ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെള്ളാപ്പള്ളി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അത് മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ച് തന്നെയാണോ ഈ കാന്തപുരം ഉസ്താദിനെ ഉൾപ്പെടെയുള്ള ആളുകളെ പലപ്പോഴും ആക്ഷേപിച്ചത് എന്ന് വെള്ളാപ്പള്ളി പറയണം. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഉടചൂടി കൊടുത്ത ആളുകളെങ്കിലും പറയാൻ തയ്യാറാകണം. എന്തായാലും വെള്ളാപ്പള്ളി നല്ല ശീലം പഠിച്ചപ്പോൾ മറ്റു ചില ആളുകൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് വിജയരാഘവനാണ്. വിജയരാഘവൻ ഇപ്പോൾ പറയുന്നത് വർഗീയത രാഗി മിനുക്കിയ വിജയമാണ്, എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് നിന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ UDF-ന് ഇങ്ങനെ ഒരു വിജയം ഉണ്ടായത്, LDF-ന് ഒരു തിരിച്ചടി ഉണ്ടായത് എന്നാണ് ഇവിടെ വിജയരാഘവൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ചില ആളുകളുണ്ട്. ഇവിടെ VS ജോയി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ ഹിറാ സെന്ററിൽ പോയി സന്ദർശിച്ചത്രേ. അത് ശരിയായില്ല എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ മനുഷ്യനല്ലേ, ഈ രാജ്യത്തെ പൗരനല്ലേ, വോട്ടവകാശമുള്ള ഒരു മനുഷ്യനാണല്ലോ, ഒരു പൗരനാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തെ സന്ദർശിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം? അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് ഇവിടെ സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ CPM-കാരും പറയുന്ന അതേ അഭിപ്രായം തന്നെയാണോ ഈ പറയുന്ന ആളുകൾക്ക് എന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. എന്തായാലും ഇവിടെയൊക്കെ ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കൗമിലക്കുട്ടന്റെ പരാജയമാണ്. അത് കൗമിലക്കുട്ടനെ മാത്രമല്ല, കൗമിലക്കുട്ടനെ പരസ്യമായി പിന്തുണച്ചിരുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇവിടെ ഈ ഒരു പരാജയത്തോടു കൂടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ VS ജോയി എന്ന കോൺഗ്രസിന്റെ പ്രതിനിധി തവനൂര് മത്സരിക്കാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. 27 സീറ്റിലാണ് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി മത്സരിക്കുന്നത്, എന്നാൽ ഞങ്ങൾ 28 സീറ്റിലാണ് മത്സരിക്കുന്നത്, അങ്ങനെയാണ് ഞങ്ങളുടെ കണക്കുകൾ അങ്ങനെയാണ്, നിങ്ങളെ ഞങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് കാണുന്നത് എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ലീഗിന്റെ പ്രവർത്തകർ അത് ഏറ്റെടുത്തു, VS ജോയിയെ വിജയിപ്പിച്ചു. 2% മാത്രം ക്രിസ്ത്യാനികളുള്ള മണ്ഡലത്തിൽ VS ജോയിക്ക് വലിയ ഒരു വിജയമുണ്ടായി. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്, മതേതരത്വത്തിന് അവർ എത്രമാത്രം, സൗഹാർദ്ദത്തിന് അവർ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ആ വിജയത്തിലൂടെ വ്യക്തമായി. എന്തായാലും മലപ്പുറത്തെ കയറി മാന്തിയ ആളുകൾ, ലീഗിനെ ചൊറിഞ്ഞ ആളുകൾ, ഇവരൊക്കെ നല്ല പണി വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇവർക്കൊക്കെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടു നടക്കാൻ, അതായത് ശക്തമായ ഒരു താക്കീത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു തിരഞ്ഞെടുപ്പിലുണ്ടായി. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്ന് വിജയിച്ച PK കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയ 85,327 വോട്ടാണ്. എന്നാൽ 4-5 സ്ഥാനാർത്ഥികൾ ഇതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം തിരഞ്ഞെടുപ്പിന്റെ കണക്ക് എടുത്തു നോക്കിയാൽ 5 സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയതും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ആ കണക്ക് ഞാനിവിടെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കണക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ എടുത്തു പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, PK കുഞ്ഞാലിക്കുട്ടിക്ക് 85,327 വോട്ടാണ് കിട്ടിയത്. അതേസമയം തിരൂരങ്ങാടിയിൽ നിന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 63,387 വോട്ടാണ്. അതുപോലെ കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആബിദ് ഹുസൈൻ തങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 62,638 M റഹ്മത്തുള്ള മഞ്ചേരി, അദ്ദേഹത്തിന് കിട്ടിയത് 57,887 വോട്ടാണ്. TP അഷ്റഫ് അലി കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അദ്ദേഹത്തിന് കിട്ടിയത് 56,017 വോട്ടാണ്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം വിജയിച്ചു. 54,851 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയത്.
അതായത് മലപ്പുറത്തെ കയറി മാന്തി ചൊറിഞ്ഞ് ഇപ്പോഴും ചില ആളുകൾ അതിപ്പോഴും തുടരുന്നുണ്ട്. ഈ കിട്ടിയതൊന്നും പോരാ എന്നുള്ളതാണ് ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശക്തമായ ഒരു താക്കീതാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഈ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും മാന്താൻ വന്നാൽ ഇതല്ല, ഇതിലപ്പുറം കാണേണ്ടി വരും എന്നുള്ള ഒരു താക്കീത് മുസ്ലിം ലീഗിന് കൊടുക്കാനായിരിക്കുന്നു. മറ്റൊരു കണക്ക് കൂടെ, ഇത്തരം ആളുകൾക്ക് ഒരു മനസമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു കണക്ക് കൂടെ ഇവിടെ പറയുകയാണ്. അതായത് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് 22 ചരിത്രത്തിൽ ആദ്യമായി 22 MLA മാർ മുസ്ലിം ലീഗിന് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ 2 MLA മാരുണ്ട്, ലോക്സഭയിൽ 3 MP മാരുണ്ട്, രാജ്യസഭയിൽ 2 MP മാരുണ്ട്, 324 തദ്ദേശ സ്ഥാപന മേധാവികൾ മുസ്ലിം ലീഗിനുണ്ട്, 3203 തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ മുസ്ലിം ലീഗിനുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല, ഏറ്റവും സുവർണ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം. അധികാരമില്ലാതെ 10 വർഷം മാറി നിന്ന സമയത്ത് പോലും മുസ്ലിം ലീഗ് ഇവിടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് വ്യാപകമായിട്ടുള്ള അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. അവർ വെറുതെ മാന്തി പുണ്ണാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർക്ക് കൃത്യമായി നല്ല പണി കിട്ടി, ജനങ്ങൾ തന്നെ കൊടുത്തു. ലീഗ് ഇവരോട് ഏറ്റുമുട്ടാനോ യുദ്ധം ചെയ്യാനോ പ്രതികരിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ലീഗിന്റെ നേതാക്കന്മാരൊക്കെ സംയമനം പാലിച്ചു. അവർ പ്രതികരിക്കാതിരുന്നു, ജനങ്ങൾ പ്രതികരിച്ചു. ഇനിയും ജനങ്ങളുടെ പക്കൽ നിന്ന് ചോദിച്ചു വാങ്ങരുത് എന്നാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്.